ഉള്ളിലേക്ക് ഈ വരികളും അതിലെ കഥാപാത്രങ്ങളും അങ്ങ് പതിയും. മനസ്സിലായില്ലേ? അപ്പൊ ആ പതിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ കിടക്കും. അതായിരിക്കണം ഏറ്റവും സുന്ദരമായിട്ട്, അല്ലെ? ഇപ്പൊ ഓരോ നമുക്ക് ഈ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. അരുന്ധതി റോയിയുടെ പുസ്തകത്തിന്റെ പേര് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ചെറുതുകളുടെ ഉടയ തമ്പുരാൻ, അല്ലെ? ചെറിയ കാര്യങ്ങളിലെ ഉടയ തമ്പുരാൻ എന്ന് വെച്ചാൽ ഏറ്റവും കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമുക്കൊരു വലിയ പ്രപഞ്ചത്തിനെ കാണാം. സത്യമല്ലേ? നമുക്കൊരു വെള്ളത്തിന്റെ കുമിള, അല്ലെ? ഏറ്റവും വലിയൊരു കുമിള, ആ കുമിള എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിമിഷ നേരം കൊണ്ട് അത് പൊട്ടിപ്പോകുന്ന കുമിളയാണ്. ആ കുമിളയിൽ പോലും നമുക്ക് ഈ പ്രപഞ്ചത്തിന് മൊത്തം കാണാൻ പറ്റും. ഒന്ന് രസകരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു ഭൂമി പോലെ തോന്നും, അല്ലെ? ഒരു ഗ്ലോബ് പോലെ തോന്നും, അല്ലെ? ഏറ്റവും ചെറിയ തന്മാത്രയിൽ പോലും ആ വസ്തുവിന്റെ സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. പഞ്ചസാരയുടെ ഒരു തന്മാത്രയിൽ പഞ്ചസാരയുടെ സ്വഭാവം ഉണ്ടല്ലേ, അല്ലെ? ഒരു മണൽത്തരിയിൽ ഒരു മരുഭൂമിയുടെ സ്വഭാവമുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഏറ്റവും ചെറുതിൽ പോലും നമുക്ക് ഈ പ്രപഞ്ചത്തിനെ കാണാൻ പറ്റും, അല്ലെ? കൊച്ചിയിലെ മേയറാണ്, കൊച്ചി നഗരത്തിന്റെ മേയറാണ്. കൊച്ചി നഗരത്തിന്റെ മേയർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നഗരത്തിന്റെ അധിപൻ എന്നുള്ളൊരു സ്ഥാനം കൂടിയുണ്ട്. ആ കുഞ്ഞിന്റെ മൃതദേഹം അടക്കിയത് പോലീസിന്റെ സല്യൂട്ടോട് കൂടിയാണ്. സാധാരണ മന്ത്രിമാരൊക്കെ മരിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ സിനിമാ നടന്മാരോ വലിയ എഴുത്തുകാരൊക്കെ മരിക്കുമ്പോൾ നമ്മൾ പോലീസ് സല്യൂട്ടൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഈ കുഞ്ഞിനെ അടക്കിയത് പോലീസിന്റെ സല്യൂട്ടോട് കൂടിയാണ്. അതൊരു വലിയ സന്ദേശം കൂടിയാണ്. എന്തെന്നറിയാമോ? ആ കുഞ്ഞു പോലും അത്രയും ഒരു കുഞ്ഞു ജീവനാണ്. ആ കുഞ്ഞു ജീവൻ അത്രയും അധികം വില നമ്മുടെ നാട് കൊടുക്കുന്നു എന്ന സന്ദേശം കൂടിയാണ് പോലീസും മേയറും ഒക്കെ നൽകിയത്. ഇത് എനിക്ക് കിട്ടിയത് പത്രത്തിലൂടെയാണ്. പത്രം വായിച്ചപ്പോൾ കിട്ടിയതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു സംശയം വന്നില്ലേ, കുഞ്ഞിന് എന്തിനു സല്യൂട്ട് കൊടുത്തു എന്ന്? വന്നില്ലേ? അതെന്തുകൊണ്ടാണ്? അതൊരു സന്ദേശമാണ്. കാരണം ആ കുഞ്ഞിന്റെ ജീവൻ അത്രയും വിലയുള്ളതാണെന്ന് പൊതുസമൂഹത്തിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസ് നിർബന്ധപൂർവ്വം അവന് സല്യൂട്ട് കൊടുത്തുകൊണ്ടാണ് യാത്രയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഇത് ഞാൻ പറഞ്ഞത് 24 മണിക്കൂറായിട്ടുള്ള ഈ സംഭവം നടന്നിട്ടുണ്ട്, അല്ലെ? ഇന്ന് ഉച്ചയാകുമ്പോൾ 24 മണിക്കൂറാണ്. അപ്പൊ ഇത് നമുക്കൊരു സന്ദേശത്തിലൂടെ കിട്ടുന്നതാണ്. അത് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഏറ്റവും പരിസരത്തുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോ മൊബൈലിലൊക്കെ ഒരുപാട് അടിമയാണ് പലരും. നിങ്ങളധികം ഉണ്ടാവില്ലായിരിക്കും, അല്ലേ? പക്ഷെ എന്തായാലും നിങ്ങളുടെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ കൂടുതൽ സമയവും നോക്കുന്നത് ഫോണിലാണ്. ആ ഫോണിൽ നോക്കേണ്ടത് മോശമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ കിട്ടുന്നത്. പക്ഷേ അതിലൂടെ നഷ്ടമാവുന്നത് കുറേ സമയം പോകുന്നു. ആ കുറേ സമയം പോകുമ്പോൾ നമ്മുടെ വായനയെ ഉൾപ്പെടെ അത് ബാധിക്കും. പക്ഷെ അതിനെയും പോസിറ്റീവായിട്ട് കാണുന്നവരുണ്ട് കേട്ടോ. ഇപ്പൊ പുസ്തകം എടുത്ത് തന്നെ വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മിക്ക പുസ്തകങ്ങളുടെയും നമുക്ക് ഓൺലൈനിലൂടെ വായിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെയും വായിക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോ രീതിയാണ്, ഓരോ ശൈലിയാണ്, കാലത്തിനനുസരിച്ച് മാറുന്നതാണ്. ഇനി ഈ പുസ്തകം എഴുതുന്ന ഒരു കാര്യം കൂടെ പറയാം. എന്റെ 3 പുസ്തകങ്ങളും പൂർണ്ണമായിട്ടും എഴുതിയതും ടൈപ്പ് ചെയ്തതും പ്രിന്റിംഗ് ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്തതും ഞാൻ തന്നെയാണ്. അത് ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും. മനസ്സിലായോ? പണ്ട് പുസ്തകങ്ങൾ എഴുതുന്നത് ഇപ്പോ നമ്മുടെ പഴയ എഴുത്തുകാരൻ നേരത്തെ ഇപ്പൊ പെട്ടെന്ന് തോന്നുന്നു നമുക്ക് DTP അറിയില്ലല്ലോ. വേണ്ട, DTP അറിയണ്ട. നിങ്ങൾക്ക് ഫോണിൽ നിങ്ങൾ മലയാളം ടൈപ്പ് ചെയ്യാറില്ലേ? വാട്സാപ്പിൽ ടൈപ്പ് ചെയ്യാറില്ലേ? ഇതേപോലെ ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പേജ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പേജ് സെറ്റ് ചെയ്യാൻ നമുക്ക് അറിയണമെന്നില്ല, അല്ലേ? ചെയ്യണമെന്നില്ലല്ലോ. എല്ലാവർക്കും അറിയണമെന്നുണ്ടോ? അതും പഠിക്കാൻ പറ്റും. പേജ് മേക്കർ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് നമുക്ക് യൂട്യൂബിനകത്തൊക്കെ ഉണ്ട്. എങ്ങനെ പേജ് മേക്കർ ഉപയോഗിക്കാം എന്നുള്ളത് അതും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എഴുതിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ പേജ് സെറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഇനി കവർ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലേ? അതിനും ഓപ്ഷൻ ഉണ്ട്. ക്യാൻവ എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്. ആ സൈറ്റിൽ കയറി നമുക്ക് ഇഷ്ടമുള്ള കവർ നമുക്ക് തന്നെ എന്ത് ചെയ്യാം? ഡിസൈൻ ചെയ്യാം. കുറച്ച് സമയമെടുക്കും, അത് പഠിച്ചെടുക്കണമല്ലോ, സമ്മതിച്ചു. പക്ഷേ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ആകെ ചെയ്യാനുള്ളത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം പ്രിന്ററാണ്. അതിന് നമുക്ക് എന്തായാലും ഒരു
പ്രിന്റിംഗ് പ്രസ്സിന് നമുക്ക് ആശ്രയിക്കേണ്ടി വരും. ഇനി മുമ്പൊക്കെ പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഒരു 500 കോപ്പിയൊക്കെ ഒരുമിച്ച് നമ്മൾ പ്രിന്റ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതുകൂടെ പറയാം. ഈ എഴുത്തുമായിട്ടോ വായനയായിട്ടോ ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കും. എനിക്കറിയാവുന്നതാണ്. ചോദിച്ചോ. എന്താ കഥ പറഞ്ഞു അല്ലേ? പ്ലോട്ട്. ഓക്കെ, ഞാൻ 3 പുസ്തകങ്ങളാണ് എഴുതി. 3 അല്ല 4 പുസ്തകങ്ങൾ എഴുതി, 3 നോവലുകൾ, ഒരു യാത്രാവിവരണം. ആ യാത്രാവിവരണം തൽക്കാലം ഞാൻ കൂട്ടുന്നില്ല, കാരണം അത് ഞാൻ എഴുതി പഠിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളാരും എന്താണ് വലിയ എഴുത്തിന്റെ വലിയ ശില്പശാലകളിലോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എഴുത്തുകാരായി ജനിച്ചവരൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പം ഈ എന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് യാത്ര ചെയ്തതാണ്. അപ്പൊ അങ്ങനെ യാത്ര ചെയ്തപ്പോൾ കുറെ ആൾക്കാരെ കാണുകയും അവരെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഞാൻ ആദ്യത്തെ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിന്റെ പേര് ബുദ്ധപ്രകാശത്തിലൂടെ എന്നായിരുന്നു. ബുദ്ധപ്രകാശത്തിലൂടെ. അത് 2017 ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഒരു നോവലുണ്ട്. ആ നോവലിന്റെ പേര് ഹുമയൂൺ തെരുവിലെ സാക്ഷി എന്നാണ്. ഹുമയൂൺ തെരുവിലെ സാക്ഷി. ആമസോണിലുണ്ട്. നിങ്ങൾക്ക് ആമസോണിൽ കയറി നോക്കിയാൽ അതിന്റെ പുസ്തകം അവിടെ അവൈലബിൾ ആണ്, ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പൊ ഈ ഹുമയൂൺ തെരുവിലെ സാക്ഷി എന്ന് പറയുന്നത് ഞാൻ ഒട്ടും പരിചയപ്പെട്ടിട്ടില്ലാത്ത, ഞാൻ പോയിട്ടില്ലാത്ത ഒരു നഗരത്തിൽ നടക്കുന്ന കഥയാണ്. അപ്പൊ പ്ലോട്ട് എന്ത് എന്ന് ചോദിച്ചതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. ആ നഗരം ഡൽഹിയാണ്. ന്യൂഡൽഹി അല്ല, പഴയ ദില്ലി. മനസ്സിലായി? ന്യൂഡൽഹി ഉണ്ട്, പുരാന ദില്ലിയും ഉണ്ട്. മനസ്സിലായി? അപ്പൊ ആ പഴയ ദില്ലി നഗരത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഹുമയൂൺ തെരുവിലെ സാക്ഷി എഴുതുന്നത്. അപ്പോ ഓർക്കുക, ഞാൻ എന്തായാലും ഈ കർണാടകയ്ക്ക് മുകളിലേക്ക് യാത്ര ചെയ്തിട്ടില്ല. മാക്സിമം കർണാടക വരെ പോയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. അപ്പൊ എന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഈ ദില്ലി നഗരത്തിൽ നടക്കുന്ന ഒരു കഥയാണെങ്കിൽ ആ ദില്ലി നഗരത്തിന്റെ ഒരു ഭൂമിശാസ്ത്രം എനിക്കറിയണ്ടേ? വേണമല്ലേ? അവിടുത്തെ നഗരങ്ങളുടെ പേര്, അവിടുത്തെ റോഡുകളുടെ പേര്, അവിടുത്തെ ആഹാര രീതി. നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കഥയെ കുറിച്ച് എഴുതാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം ഈ നെടുവേലിയും കന്യാകുളങ്ങരയും കൊഞ്ചിറയൊക്കെ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണല്ലേ. ഈ സ്ഥലങ്ങളെ പോലെ ആയിരിക്കണമെന്നുണ്ടോ ദില്ലി? പക്ഷെ അതൊരു വെല്ലുവിളിയാണെങ്കിലും അത് നമുക്ക് സാധ്യമാക്കി എടുക്കാൻ പറ്റും എന്ന കാര്യമാണ് ശ്രദ്ധിക്കാവുന്നത്. കാരണം നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും നന്നായിട്ട് റിസർച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടി ആയിരിക്കണം ഒരു എഴുത്തുകാരൻ. അപ്പൊ എന്ത് ചെയ്യണം? ഒരുപാട് വായിക്കുകയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അല്ലാതെ എനിക്കെല്ലാം അറിയാം, ഞാനൊക്കെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം. പിന്നെ ദില്ലി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്, പഴയ സിനിമ. കാരണം എന്റെ ഈ ഹുമയൂൺ തെരുവിലെ സാക്ഷിയിലെ പ്ലോട്ട് തന്നെ ഏറ്റവും അവസാനത്തെ മുഗൾ ഗ്രാമങ്ങളാണ് വരുന്നത്. അപ്പൊ ആ ഭൂതഗണങ്ങളുടെ രൂപമാണ് ഈ ഉരുവം. മനസ്സിലായി? ഉച്ചവിളാകം എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല. നോവൽ വായിച്ച് പലരും ചോദിച്ചു, ചേട്ടാ ഈ ഉച്ചവിളാകം എവിടെയാണ്? അങ്ങനെ ഒന്നുമില്ല. അത് തിരുവനന്തപുരത്ത് 2 സ്ഥലങ്ങൾ അങ്ങോട്ട് മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു പേരാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ട്രേഡ് സീക്രട്ട്. ഉച്ചക്കട എന്നുള്ളതിന്റെ ഉച്ചയെടുത്തു, പിന്നെ അറപ്പുര വിളാകം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ വിളാകം എടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ പുതിയൊരു സ്ഥലമായി. അതാണ് ഉച്ചവിളാകം. മനസ്സിലായില്ലേ? പക്ഷെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു സ്ഥലമാണെന്ന് തോന്നണം, ഇല്ലേ? ഓരോ സ്ഥലത്തിനും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പോ ആലപ്പുഴയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. കൈനഗിരി, രാമൻഗിരി, ചേന്നാൻഗിരി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടാവും. അവിടുത്തെ മിക്കവാറും സ്ഥലങ്ങളുടെ പേരിന്റെ കൂടെ ഒരു കരിയുണ്ടാവും. ചേർന്നതിന്റെ കരിയാണ്. കരി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടശേഖരം. മനസ്സിലായി? രാമന്റെ പാടശേഖരമാണ് രാമൻഗിരി. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഈ കരി എന്നുള്ളത് ആലപ്പുഴയിലുള്ള സ്ഥലങ്ങളുടെ കൂടെ വരുന്നൊരു പ്രത്യേകത. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും
പോയി കഴിഞ്ഞാൽ പടിയാണ്, തോപ്പ് പടി. മനസ്സിലായോ? ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഈ കാസർഗോഡോട്ട് പോയി കഴിഞ്ഞാൽ അടുകാന്ന് അടുക, ബന്തെടുക്ക, വെടിയെടുക്ക, വേദെടുക്ക, ഇത് അവിടുത്തെ സ്ഥലങ്ങളുടെ പ്രത്യേകത. അതേപോലെ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത മിക്കവാറും സ്ഥലങ്ങളുടെ കൂടെ വിളാകം, മുക്ക്, മൂട് ഇങ്ങനെയൊക്കെ വരും. വെഞ്ഞാറ മൂട് ഇല്ലേ, കോട്, പോത്തൻ കോട് ഇല്ലേ, എങ്ങനെ വരാറുണ്ട്? അത് ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളുടെ പ്രത്യേകത. ആറാലും മൂട്, അഞ്ചാലും മൂട്, ഈ സ്ഥലങ്ങൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട്. നമ്മുടെ സ്ഥലങ്ങളുടെ പേര് തന്നെ നമുക്കൊരു നല്ല സബ്ജക്റ്റാണ്. പേരൂർ കട എന്ന് കേട്ടിട്ടുണ്ടോ? എന്തായിരിക്കും പേരൂർ കട എന്നുള്ള പേര് കിട്ടാൻ കാരണം? അറിയോ? അങ്ങനെ ഒരു പേരോടെ ഉണ്ടായിരുന്നു അല്ലേ? എന്തായിരിക്കും അറിയോ? പേരൂർ കട. ഈ കട എന്ന് പറയുന്നത് വാസ്തവത്തിൽ കടയല്ല, കടയിലാണ്, തമിഴാണ് കേട്ടോ, തമിഴാണ്. കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് കിട്ടുന്നത് എന്നാണ് എല്ലാം. ശരിക്കും നമ്മളിപ്പോ സാധനം വാങ്ങിക്കാൻ പോകുന്ന കടയിൽ ആ കട പോലും അങ്ങനെ ഒരു പേര് കിട്ടാൻ കാരണം തൊട്ടടുത്ത് കിട്ടുന്ന സ്ഥലം. നമുക്ക് എന്ത് ആവശ്യമുണ്ടോ തൊട്ടടുത്ത് കിട്ടുന്ന സ്ഥലം. അപ്പൊ അങ്ങനെ പേരൂർ കടയായി. അതിനും കാരണമുണ്ട്. കാരണം പേരൂർ കടയുടെ തൊട്ടപ്പുറത്തൊരു സ്ഥലമുണ്ട്, പേരൂർ. മനസ്സിലായോ? പേരൂർ ഒരു വലിയ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട്. ഇപ്പോഴത്തെ അമ്പലമാണ്. ക്ഷേത്രം പൂവാടി പൂവാടി പെണ്ണെ, പൂവാടി പൂവാടി പെണ്ണെ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണെ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണെ, പൂവാടി പൂവാടി പെണ്ണെ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണെ, അമ്മ നടക്കാവിൽ പൂവാടിയേ. അമ്മ നടക്കാവിൽ ചെന്ന, അമ്മ നടക്കാവിൽ ചെന്ന ആ പുലികളും താളങ്ങളും കാണാടി കാണാടി പെണ്ണെ, എന്നെ കറുപ്പുള്ള പെണ്ണഴകേ. പൂവാടി പൂവാടി പെണ്ണെ, പൂവാടി പൂവാടി പെണ്ണെ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണെ, അമ്മ നടക്കാവിൽ പൂവാടിയേ. ആണാളും പെണ്ണാളും കൂടി, ആണാളും പെണ്ണാളും കൂടി അമ്മ നടക്കാവിൽ ചെന്നപ്പടേ. കൊതികുത്തി മറിയണകാള നല്ല ചാറുടെ പൊൻകാള. പൂവാടി പൂവാടി പെണ്ണെ, പൂവാടി പൂവാടി പെണ്ണെ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണെ, അമ്മ നടക്കാവിൽ പൂവാടിയേ. വേലപ്പൂരം നടക്കണ കാവ്, വേലപ്പൂരം നടക്കണ കാവ്, എന്നമ്മ ദേവി നടക്കാവ്. വിത്ത് വണ്ടി കറിയണ കാവ്, എന്നമ്മ ദേവി നടക്കാവ്. അപ്പം പറഞ്ഞ ഇപ്പം നിങ്ങളുടെ സാർ ചോദിച്ചല്ലോ പുസ്തകം വായിക്കുന്നുണ്ടവരൊക്കെ ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഒന്നും പൊക്കിയില്ല. അപ്പം ഞാൻ പണ്ട് വായിക്കും, പക്ഷെ ഇതാണ് ചോദിച്ചാൽ ഞാൻ പൊക്കൂല. ഞാനിങ്ങനെ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. ആ എന്നെ ഈ ഇവിടെ വന്ന് സംസാരിക്കാൻ പാകത്തിന് ആക്കിയെടുത്തത് ഈ സ്കൂൾ തന്നെയാണ്. അതായത് എൻ്റെ ലൈഫിൽ ഞാൻ ഈ സ്കൂളിൽ വരണതിന് മുമ്പും വന്നതിന് ശേഷവും രണ്ട് ടൈപ്പുണ്ട്. ഈ സ്കൂളാണ് എന്നെ ഷേപ്പ് ചെയ്തെടുത്തത്. ഈ സ്കൂൾ ഇവിടുത്തെ സാറന്മാരും എല്ലാവരും തന്നെയാണ്. അതിൽ വലിയൊരു പങ്ക് ഈ സ്കൂളിന് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ സ്കൂളിൽ വരണതിന് മുമ്പ് ഞാൻ വേറെ 2 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്കൂളിൻ്റെ മഹത്വം അറിയുന്നത് ഇത് പഠിച്ചിറങ്ങി കഴിയുമ്പോഴാണ്. ഇപ്പം നമ്മൾ കോളേജിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അടിപൊളിയായാലും കോളേജ് സൂപ്പറായിരിക്കും, അടിച്ച് പൊളിക്കാൻ വരാം. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഫീൽ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പോൾ ഇങ്ങോട്ടൊന്ന് തിരിച്ച് പഠിക്കാൻ വരാൻ പറ്റിയിരുന്നെങ്കിലൊക്കെ. അങ്ങനെ വന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലൈബ്രറിയിലൊക്കെ ഒന്ന് പോയി നോക്കി, ചുമ്മാ പഴയ ലൈബ്രറി ഇപ്പോൾ അവിടെ അല്ലേ ടീച്ചറെ, മുകളിലായിരുന്നു പണ്ടത്തെ ലൈബ്രറി, ഫുൾ ടൈം അവിടെയായിരുന്നു നമ്മളൊക്കെ. നല്ല രസമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ എഴുതാനും വായിക്കാനൊക്കെ ഒരു ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നെടുവേലി സ്കൂളിനേക്കാൾ നല്ലൊരു മീഡിയം നിങ്ങൾക്കില്ല. ഇവിടുത്തെ ലൈബ്രറി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവിടുത്തെ പുസ്തകങ്ങളുടെ ശേഖരം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ലോകത്തുള്ള എല്ലാ ഭാഷകളിലെയും എല്ലാ തർജ്ജിമകളും എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. നിങ്ങളൊക്കെ അതെടുത്തൊന്ന് വായിക്കണം. നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് ഈ ജനറേഷനിൽ ആരും പുസ്തകം വായിക്കാറില്ല. ഫോണിൽ തന്നെയാണ്, ഞാനും ഫോണിൽ തന്നെയാണ്. സമയം കണ്ടെത്താറില്ല പുസ്തകം വായിക്കാൻ. അന്ന് ഫോണില്ല. അപ്പം ആകെ നമുക്കുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് മീഡിയം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം തന്നെയാണ്. നമ്മൾ പഠിക്കില്ല, പഠിക്കുന്ന സമയത്തും ബുക്ക് വായിക്കും.
ഈ സ്കൂളിൽ പഠിച്ചതിൽ നിങ്ങൾ അഭിമാനിക്കും ഒരു ദിവസം. സന്തോഷ് സാറൊന്നും ഇവിടെ ഇപ്പം ഇല്ല. സന്തോഷ് സാറൊക്കെ ഷെയ്പ്പ് ചെയ്തെടുത്തൊരു വ്യക്തിയാണ് ഞാനിങ്ങനെ അല്ലായിരുന്നു. പറയണമെന്ന് അറിഞ്ഞത് ഈ പറഞ്ഞ കണക്ക് ഞാൻ എഴുതിയതൊന്നും ഞാൻ ആരെയും കാണിക്കില്ലായിരുന്നു. ഞാൻ എഴുതുമായിരുന്നു, ആരെയും കാണിക്കില്ല, ഞാൻ തന്നെ കെട്ടിപ്പൂട്ടി വെച്ചേക്കുമായിരുന്നു. അത് പുറത്തോട്ട് എടുത്തതും ഇവിടുത്തെ മറ്റേ മാസിക പക്ഷിക്കൂട്ടത്തിലൊക്കെ എടുത്ത് കൊടുത്തതും അതൊക്കെ ഈ സ്കൂളാണ്. അതായത് ഞാൻ ഇതിനു മുമ്പ് പഠിച്ച സെൻറ് മേരീസിലാണ്, നെടുവേലി വരുന്നതിന് മുമ്പ്. ഞാൻ എൻ്റെ +2 വരെ സെൻറ് മേരീസ് പഠിച്ചെങ്കിൽ ഞാൻ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുക പോലുമില്ല. ഞാൻ എഴുതുന്ന പുറത്തൊരു മനുഷ്യൻ അറിയത്തില്ല, ആരും കാണേയില്ല, അങ്ങനത്തെ ഇതായി പോയത്. അപ്പം ഇവിടുന്ന് താഴെ ഫ്രണ്ടാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. 8, 9, 10 നിങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ഈ സ്കൂള്. അതുകൊണ്ട് പഠിച്ചിറങ്ങിയ ഒരു വ്യക്തി എന്നുള്ളതിന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. പക്ഷെ എൻ്റെ അടുത്ത് ഇനി 7ലാണ്, 8ലാണ്. 8 ഇങ്ങോട്ട് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും. അതാവും ഇവിടെ പഠിക്കേണ്ടവനാണ്, പഠിച്ചു വളരണം. ഇവിടെ വന്ന് ഇപ്പം ഇവിടെ പഠിക്കും, നിങ്ങൾ പോലും ഇവിടെ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മളൊന്നും വിചാരിക്കില്ല ഇവിടെ വന്ന് ഇതേപോലെ പ്രസംഗിക്കേണ്ടി വരുന്നത്. അതൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിഞ്ഞു, കാര്യം പറയണ പോലെ പറയാൻ എനിക്കറിയാം. നിങ്ങൾക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. ഇല്ല എന്തെങ്കിലും ചോദിക്കും. ചോദിക്കാനില്ല? അതുപോലെ ഇവിടെ പഠിച്ചവരെല്ലാം വലിയ നിലയിലാണ്. നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ ഈ സ്കൂളൊരു മാർഗം തന്നെയാണ്. അപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഉപകാരമുള്ളതായിരുന്നു. നിങ്ങൾ കുട്ടികൾക്ക് അത് ഉൾക്കൊണ്ടിട്ട് ഭാവിയിലേക്ക് അത് ഉപകാരപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇവിടെ വയ്ക്കാൻ അഭിമാനമുണ്ട്. സാറിന് എൻ്റെ പേരിൽ ഇവിടെ ക്ഷണം ചെയ്യപ്പെട്ടതിന് നെടുവേലി സ്കൂളിൻ്റെ പേരിൽ എൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു.